നൃത്തത്തെ ഏറെ സ്നേഹിച്ച ആ 9 വയസ്സുകാരി പതിവായി വിശുദ്ധ കുർബാനയ്ക്കെത്തുന്ന സൗത്ത് പോർട്ടിലെ സെന്റ് പാട്രിക് കത്തോലിക്ക പള്ളിയിൽ ഇന്നലെ അവസാനമായി എത്തി. മാലാഖയെപ്പോലെ വസ്ത്രങ്ങളണിഞ്ഞ പിങ്കും വെള്ളയും നിറങ്ങളുള്ള പൂക്കളാൽ അലങ്കൃതമായി വെള്ളക്കുതിരകൾ വലിച്ച രഥത്തിൽ അവൾ നിശ്ചലയായി കിടന്നു. ഡാൻസ് ക്ലാസ്സിലേക്ക് അതിക്രമിച്ചു കയറിയ കൗമാരക്കാരൻ്റെ കത്തിമുനയിൽ അകാലത്തിൽ പൊലിഞ്ഞ കുഞ്ഞു മാലാഖ ആലീസ് ഡി സിൽവയുടെ സംസ്കാര ചടങ്ങുകൾ ബ്രിട്ടനെയാകെ കണ്ണീരിലഴ്ത്തി. ആലീസിനെയും വഹിച്ച് വെള്ളരഥം കടന്നുപോയ വഴിയിൽ ഇരുവശവും ആയിരക്കണക്കിന് ആളുകൾ നിറകണ്ണുകളോടെ നിന്നു. ഫാദർ ജോൺ ഹെനഗൻ സംസ്കാര ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. സംഗീതോപകരണങ്ങളോടുള്ള ആലീസിൻ്റെ സ്നേഹത്തിൻ്റെ ആദരസൂചകമായി ആലീസിൻ്റെ ഗിറ്റാർ വായിച്ചും പാടിയുമാണ് ഫാദർ ജോൺ സംസ്കാര ശുശ്രൂഷ ആരംഭിച്ചത്. അടുത്തിടെയാണ് ആലീസിൻ്റെ ആദ്യ കുർബാന സ്വീകരണം നടന്നത്. ആലീസ് സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം നൃത്തം ചെയ്യുകയാണെന്ന് മാതാപിതാക്കളുടെ വാക്കുകളും ഫാദർ ജോൺ അനുസ്മരിച്ചു. അതേസമയം UK-യിലുടനീളം പടർന്നു പിടിച്ച കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം അവസാനിപ്പിക്കണമെന്ന് ആലീസിൻ്റെ മാതാപിതാക്കൾ അഭ്യർത്ഥിച്ചു. 2 ആഴ്ച മുമ്പാണ് സൗത്ത് പോർട്ടിൽ ആലീസും മറ്റ് 2 പെൺകുട്ടികളും കുത്തേറ്റ് മരിക്കുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. UK-യിൽ ജനിച്ചു വളർന്ന 17 വയസ്സുകാരനായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ. ഇതിനിടെ ലണ്ടനിൽ ഇന്നലെ നടന്ന കത്തിയാക്രമണത്തിൽ 34-കാരിക്കും 11 വയസ്സുള്ള പെൺകുട്ടിക്കും പരിക്കേറ്റു. സംഭവത്തിൽ അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. UK-യിൽ താമസിക്കുന്ന മലയാളികളോട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്നും പ്രതിഷേധക്കാരോട് വാഗ്വാദത്തിന് മുതിരരുതെന്നും ആക്രമണങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.